കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം റിലയൻസ് നമ്മുടെ ഗവൺമെന്റ് ട്രഷറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് 2,10,00,000 രൂപയാണ്. ഈ ഒരു തുകയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഗ്രികൾച്ചർ ബഡ്ജറ്റിന് ഒരു പരിധിവരെ കവർ ചെയ്യാൻ സാധിക്കും. വർഷം 2024-25 നമ്മുടെ അഗ്രികൾച്ചറിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.22 ലക്ഷം കോടിയാണ്. ഹെൽത്തിന്റെ ബഡ്ജറ്റ് ആവട്ടെ 0.90 ലക്ഷം കോടിയും. ഈ റിലയൻസ് ടാക്സ് ആയിട്ട് മാത്രം അടച്ചത് 2.10 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ റിലയൻസ് ടാക്സ് വിഭാഗത്തിൽ മാത്രം നമ്മുടെ ഗവൺമെന്റ് ട്രഷറിയിലേക്ക് കൊടുത്തിരിക്കുന്നത് 10 ലക്ഷം കോടി രൂപയാണ്. രാജ്യത്ത് ഇത്രയും വലിയ ടാക്സ് പേയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാക്കാൻ പറ്റിയത്. റിലയൻസ് പോലെയുള്ള വലിയ കമ്പനികൾ നൽകുന്ന നികുതി പണം കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് ബഡ്ജറ്റ് നിലനിർത്താനും അതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷൻ നിലനിർത്താനും ഇത് വളരെയധികം സഹായിക്കുന്നു. റിലയൻസ് ഫൗണ്ടേഷൻ വഴി റിലയൻസ് സഹായം നൽകിയത് 2,18,00,000 വില്ലേജേഴ്സിനാണ്. റിലയൻസ് ഫൗണ്ടേഷനിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നിർമ്മിക്കുകയും ആ ഓർഗനൈസേഷൻ വഴി കർഷകർക്ക് കൃഷിയോഗ്യമായ ഭൂമി കണ്ടെത്താനും അവിടെ വാട്ടർ റിസർവോയർ നിർമ്മിക്കാനും അവരെ ഏറ്റവും പുതിയ കൃഷിരീതികൾ പഠിപ്പിക്കാനും ഡിജിറ്റൽ ലിറ്ററസി പകർന്നു നൽകാനും ഇതിനൊക്കെ റിലയൻസ് ഫൗണ്ടേഷൻ സഹായകരമായി. അംബാനി പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം രാജ്യത്തിന് എന്താണോ നല്ലത് അത് തന്നെയാണ് റിലയൻസിന് നല്ലത്.